ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയും ആരതിയും ശേഖറിൻ്റെ അടുത്ത് ചെന്ന് 2 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങുകയാണ്. അങ്ങനെ ശേഖർ പറയുന്നുണ്ട്, ഒരു തവണ പോലും മുടങ്ങരുത്, പലിശ മുടങ്ങിയാൽ എൻ്റെ സ്വഭാവം മാറും, അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പോലീസിനെയും മറ്റുള്ള രാഷ്ട്രീയക്കാരെയും ഒന്നും വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, ഞാൻ എത്രയും പെട്ടെന്ന് 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത് ഞാൻ തിരിച്ചു തന്നിരിക്കും എന്ന് പറയുമ്പോൾ ശേഖർ പറയാണ്, അതിന് എനിക്ക് പെട്ടെന്നൊന്നും തരണമെന്നില്ല, പക്ഷേ പലിശ മുടങ്ങരുത് എന്ന് പറഞ്ഞിട്ടാണ് 2 ലക്ഷം രൂപ കൊടുക്കുന്നത്. അങ്ങനെ നന്ദിനിയും ആരതിയും 2 ലക്ഷം രൂപയും വാങ്ങിച്ച് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ശേഖറിനെ സഹായിക്കുന്ന ഗുണ്ട പറയണേ, രണ്ടുപേരും കൊള്ളാം എന്ന് പറയുമ്പോൾ ശേഖർ പറയാണ്, ആ 2 പേരും കൊള്ളാം, പക്ഷേ ആർത്തി പാടില്ലല്ലോ, അവരെ കണ്ടിട്ട് ഇനിയും അവരിവിടേക്ക് വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ 2 പെൺപിള്ളേരും ഈ ശേഖർ ആരാണെന്നുള്ളത് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയണ്. അപ്പോൾ നന്ദിനി ശേഖറിനോട് സംസാരിക്കുമ്പോൾ എനിക്കിവിടെ യതീന്ദ്രൻ സാറിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നന്ദിനി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്ക് തവണ മുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ചോദിക്കാലോ എന്ന് ശേഖർ പറയുമ്പോൾ, ആരും അറിയരുത്, തവണയൊന്നും മുടങ്ങില്ല, മുടങ്ങാതെ തന്നെ ഞാൻ സാറിന് കൊണ്ടു തന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് നന്ദിനിയും ആരതിയും അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് പത്മയുടെ വീട്ടിൽ വേദയും ഇന്ദ്രജയും വിജയനും കൂടി സംസാരിക്കുകയാണ്. ആരാവും നന്ദിനിയുടെ അനിയത്തിക്ക് വേണ്ടി 2 ലക്ഷം രൂപയുടെ ആ ചെക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും, അതും ഈ വീട്ടിൽ നിന്നും, ആരാവും ഈ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ വേദ പറയണേ, അല്ല, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സംശയം കാണുമ്പോൾ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ പിറകിൽ കളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണേ, നീ ഈ പറയുന്നത് സൂര്യ എങ്ങാനും കേട്ടാലേ ഇപ്പം തന്നെ ഇവിടെ നിന്നും എല്ലാവരെയും അടിച്ചു പുറത്താക്കും, ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, ആ ചെക്കിൻ്റെ പിറകിൽ എന്താണ് നടന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, നീ വെറുതെ ഓരോന്ന് വിളിച്ച് പറയല്ലേ എന്ന് പറയുമ്പോഴാണ് സൂര്യ ഇത് കേട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ സൂര്യയെ കണ്ടപ്പോൾ ഇവർ 3 പേരും അങ്ങ് പേടിച്ചു പോവാണ്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്, ആരെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുമെന്നാണ് എന്ന് ചോദിക്കുമ്പോൾ വിജയം പതറിയും കൊണ്ട് പറയാണ്, അത് പിന്നെ സൂര്യ, നന്ദിനിക്ക് ഇതുവരെയും പൈസയൊന്നും കിട്ടിയില്ലല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോഴത്തേക്കും യതീന്ദ്രൻ അവിടേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് സൂര്യ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, നന്ദിനി ഈ വീട്ടിലില്ലാത്തത് കൊണ്ട് ഇവർക്ക് 3 പേർക്കും വല്ലാത്തൊരു വിഷമം, നന്ദിനി ഇവിടെ ഇല്ലെങ്കിലേ ഇവർക്ക് 3 പേർക്കും നല്ല സങ്കടമാണ് അച്ഛാ. അപ്പോൾ വേദ പറയണേ, വെറുതെ ഓരോന്ന് പറയണ്ട, ഞങ്ങൾ അതിനൊന്നുമല്ല പറഞ്ഞത്, ഞങ്ങൾ നന്ദിനി ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് ദിവസമായില്ലേ, അപ്പോൾ പൈസ മിസ്സായതിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്, അത് സ്വാഭാവികമായിട്ടും പറയുന്നതല്ലേ. അപ്പോൾ യതീന്ദ്ര പറയണേ, അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ആ ചെക്കിന്റെ കാര്യം, അത് ആരാണ് എടുത്തത് എന്നുള്ളത് എത്ര വൈകിയാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും അല്ല സൂര്യ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, അത് ആരാണെങ്കിലും കണ്ടുപിടിക്കുകയും ചെയ്യും, എല്ലാവർക്കും മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. നന്ദിനിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആരാണോ ശ്രമിച്ചത് എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയൊരു ബഹളമല്ല ഉണ്ടാവുക, ഒരു കൊലപാതകം തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും നന്ദിനി 2 ലക്ഷം രൂപയുമായിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ സൂര്യയും യതീന്ദ്രനും വിജയനും വേദയും ഇന്ദ്രജിയും ഒക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് നന്ദിനി പറയാണ്, എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ ഞാൻ അറിയാതെ കൊടുത്ത 2 ലക്ഷം രൂപയാണ്, ഈ തുകയില്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിരുന്നു, പത്മ മേഡം ഈ തുക വാങ്ങണമെന്ന് പറയട്ടോ. അപ്പോൾ പത്മയാണെങ്കിൽ ആ പൈസ വാങ്ങാൻ പോലും കൂട്ടാക്കാതെയാണ് നിൽക്കുന്നത്. നന്ദിനി പറയണേ, പത്മ മേഡം പേടിക്കണ്ട, ഇത് എന്നെ യതീന്ദ്രൻ സാറോ സൂര്യ സാറോ ഒന്നും സഹായിച്ചതല്ല, ഈ പണത്തിൻ്റെ ഭാരം എൻ്റെ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പത്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പറയണേ, എൻ്റെ അനിയത്തി ആ സ്കൂളിൽ തന്നെ പഠിക്കും, എൻ്റെ അനിയത്തിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് ഫ്രീ ആയിട്ട് തന്നെയാണ്, പക്ഷെ ആരോ ഒരാൾ നമ്മുടെ കുടുംബത്തെ സഹായിച്ചു, ആ തുക അവിടെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നന്ദിനി അകത്തേക്ക് പോയ ശേഷം സൂര്യ എല്ലാവരോടും ചേർന്ന് പറയാണ്, ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ, ഇപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി അല്ലേ എന്ന് പറയുമ്പോൾ പത്മ വീണ്ടും പറയണേ, കളവ് മുതൽ തിരിച്ചു കിട്ടി എന്ന് കരുതിയിട്ട് കള്ളനാവാതിരിക്കില്ലല്ലോ. സൂര്യ പറയണേ, നന്ദിനി തന്ന പണം കയ്യിൽ വെച്ചോണ്ട് കൂടുതൽ സംസാരിച്ചാൽ ഞാനും അധികം സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം പത്മയ്ക്ക് മനസ്സിലാവണം, അല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെ കള്ളൻ എന്നുള്ള ആ പ്രയോഗമുണ്ടല്ലോ, അത് ഇനി ഈ വീട്ടിൽ ഒരാൾ പോലും സംസാരിച്ചു പോവരുത്, അങ്ങനെ വല്ലതും സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് സൂര്യ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, എല്ലാവർക്കും ഉണ്ട് അഭിമാനം, നന്ദിനി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, ഇനി സൂര്യ പറഞ്ഞ വാക്ക് നിങ്ങളും പാലിക്കണം എന്നും പറഞ്ഞിട്ടാണ് യതീന്ദ്രൻ പോകുന്നത്. അങ്ങനെ പത്മയ്ക്ക് 2 ലക്ഷം രൂപ കിട്ടിയപ്പോൾ ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നീട് പത്മയെയും യതീന്ദ്രനെയും കാണാൻ വേണ്ടി കമ്മിറ്റിക്കാർ വരികയാണ്. അമ്പലത്തിലെ 1000 കണ്ണി ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരാണ് വരുന്നത്. അപ്പോൾ
പത്മ ഇന്ദ്രജിയെയും വിജയനെയും കമ്മിറ്റിക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇന്ദ്രജിയോട് പറയണേ, ഇദ്ദേഹം കമ്മിറ്റി മെമ്പർ മാത്രമല്ല, ഇദ്ദേഹം നല്ലൊരു ജ്യോത്സ്യർ കൂടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത്. അപ്പോൾ ആയിരങ്കണ്ണി ക്ഷേത്രത്തിൽ ഇത്തവണത്തെ സുമംഗലി പൂജ അത്രയും വിശേഷമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടേക്ക് വരണമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജിയോട് ചായ എടുത്തുകൊണ്ട് വരാൻ പറയട്ടോ. അപ്പോൾ ഇന്ദ്രജിയാണെങ്കിലോ കിച്ചണിൽ പോയിട്ട് രാജുവിനോട് ചായ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ നന്ദിനിയാണ് ചായയുമായിട്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ നന്ദിനിയെ കണ്ടപ്പോൾ ആ കമ്മിറ്റിക്കാർ നന്ദിനിയെ വളരെ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നിങ്ങൾ ഇത്തവണ ഞങ്ങളുടെ സുമംഗലി പൂജയിൽ പങ്കെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ മുഖലക്ഷണം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ നന്ദിനിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചറിയുമ്പോൾ താനൂര് എന്ന് പറയുമ്പോൾ താനൂരും ആയിരങ്കണ്ണി ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊക്കെ കമ്മിറ്റിക്കാർ ചോദിച്ചറിയുകയാണ്. അപ്പോൾ പത്മയാണെങ്കിലോ നന്ദിനിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വീട്ടിലെ വേലക്കാരി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ഇന്ദ്രജിക്കും വിജയനും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല ഇതുവരെ എന്ന് പറയുമ്പോൾ ഈ ഒരു സുമംഗലി പൂജയിൽ നിങ്ങൾ പങ്കെടുക്കണം, ഉറപ്പായും നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ള കാര്യമൊക്കെ കമ്മിറ്റി മെമ്പർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനി കൂടി സുമംഗലി പൂജയിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്മിറ്റിക്കാർ അവിടെ നിന്നും പോകുന്നത്. അത് കേട്ടപ്പോൾ പത്മയും വിജയനും ഇന്ദ്രജയും ഒരിക്കലും നന്ദിനി അവിടേക്ക് വരാൻ പാടില്ല, കാരണം നന്ദിനി ഈ വീട്ടിലെ വേലക്കാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സൂര്യയാണെങ്കിൽ ഒരു 4 ആൾ കൂടുന്നിടത്ത് കൂടുതൽ ഭാര്യയെ സ്നേഹിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി അവൻ ഓവറായി സ്നേഹിക്കും. അതുകൊണ്ട് ഒരിക്കലും അവരവിടേക്ക് വരാൻ പാടില്ല എന്ന് തന്നെയാണ് പത്മ പറയുന്നത്. അങ്ങനെ ഇന്ദ്രജയും വിജയകുമാറും പറയണേ, ഞങ്ങൾ ഇക്കാര്യം ഏറ്റു, ഒരിക്കലും നന്ദിനി ഈ പൂജയിൽ പങ്കെടുക്കില്ല അമ്മേ എന്ന് പറഞ്ഞ് അവരെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ രാജുവിനെ ഇന്ദ്രജ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് സംസാരിക്കുകയാണ്, അല്ല ഈ വീട്ടിൽ ചെക്ക് മോഷ്ടിക്കപ്പെട്ടല്ലോ, അത് ആരാവും എന്നാണ് രാജു നിന്റെ ഒരു അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ മേഡം അങ്ങനെ ചോദിച്ചത്? അല്ല, കനകയും രാജുവും നന്ദിനിയുമാണ് ഈ വീട്ടിലുള്ളത്, നിങ്ങൾ 3 പേരിൽ ആരാവും ആ ചെക്ക് മോഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മേഡം എന്നെ വെറുതെ സംശയിക്കരുത്, കാരണം ഞാൻ എന്തെങ്കിലും വാങ്ങാൻ പോയി ബാക്കി വരുന്ന പൈസ പോലും ഞാൻ ഇവിടെ കൊടുക്കാറാണ് പതിവ്, പിന്നെ എത്രയോ വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, പിന്നെ കനകയെ എനിക്ക് അങ്ങനെ സംശയമൊന്നും തോന്നിയിട്ടില്ല അവളുടെ പെരുമാറ്റത്തിൽ, പിന്നെ നന്ദിനി എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ നന്ദിനി ഒരു പാവമാണ്, അവളെ ഒരിക്കലും സംശയിക്കരുത്, അവൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയട്ടോ. ആരാണെങ്കിലും ശരി, ഞങ്ങളത് കണ്ടുപിടിച്ചിരിക്കും, അവൾ ആ പൈസ കൊണ്ടു തന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾ അതിൽ നിന്നും പിന്മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. സൂര്യയും നന്ദിനിയും ഇവിടെ ഇല്ലാത്ത ഒരു ദിവസം നോക്കി പോലീസിനെ കൊണ്ട് അവളുടെ വീട്ടിലുള്ളവരെ ഒന്ന് ചോദ്യം ചെയ്യിപ്പിക്കണം, അതാണിപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം. ഏതായാലും സുമംഗലി പൂജയ്ക്ക് അവർ പോകുന്നുണ്ട് എന്നാണ് കേട്ടത്, അന്നൊരു ദിവസം എന്തായാലും അവരെ ഒന്ന് ചോദ്യം ചെയ്താൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുമെന്ന് പറയുമ്പോൾ രാജുവിന് കാര്യം മനസ്സിലാവാണ്. നന്ദിനിയും സൂര്യയും ഒരിക്കലും സുമംഗലി പൂജയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നന്ദിനിയാണെങ്കിലും രാജുവിനോട് സംസാരിക്കുന്നത് ഇന്ദ്രജ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടാവും. രാജുവിനോട് പറയും, എനിക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, അപ്പോൾ ജ്യോത്സ്യർ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ ആ ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജുവും പറയണേ, ഞാനും ഒരു മുഖലക്ഷണം പറയാം, ഉറപ്പായും നന്ദിനി ഈ സുമംഗലി പൂജയിൽ എന്തായാലും പങ്കെടുക്കുമെന്നുള്ളത് എനിക്കും നല്ല ഉറപ്പുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി സൂര്യയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. സൂര്യ സാർ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്, ഞാൻ പുറത്താണ്, എന്താണ് നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, സൂര്യ സാർ എന്നെ അവിടേക്കൊന്ന് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ സൂര്യയ്ക്ക് വല്ലാത്ത സന്തോഷമാവാണ്. അതിനെന്താണ്, ഏത് സ്ഥലമാണെന്ന് ചോദിക്കുമ്പോൾ, അത് സൂര്യ സാർ വീട്ടിൽ വന്ന ശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പോൾ സൂര്യയാണെങ്കിൽ നന്ദിനിയോട് ഫോണിലൂടെ നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് സാർ എന്നോട് നന്ദി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല എൻ്റെ ഭാര്യ ആദ്യമായിട്ട് എന്നോടൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, അതിന് വേണ്ടിയിട്ടാണ്, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ നിൻ്റെ ആഗ്രഹം ഉറപ്പായി ഞാൻ സാധിച്ചു തന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ സൂര്യ വീട്ടിലേക്ക് കള്ളും കുടിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്ദ്രജയും വിജയനും കൂടി അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്താ സാർ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, നീ എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞില്ലേ, ഏത് സ്ഥലത്തേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇന്ദ്രജയും വിജയനെയും നന്ദിനി നോക്കുകയാണ്. അപ്പോൾ രാജു നന്ദിനിയോട് ഇന്ദ്രജയും വിജയനും കൂടി പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ 2 പേരും കൂടി സുമംഗലി പൂജയ്ക്ക് പോയ ആ ദിവസം നിന്റെ വീട്ടിലുള്ളവരെ പോലീസിനെ വിട്ട് ചോദ്യം ചെയ്യിപ്പിക്കണമെന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനി പെട്ടെന്ന് പേടിക്കുകയാണ്. ഇല്ല, ഒരിക്കലും ഞാൻ ഇന്ന് ഈ പൂജയിൽ പങ്കെടുക്കാൻ ഞാൻ പോവില്ല, എനിക്ക് എൻ്റെ വീട്ടിലുള്ളവരാണ് ഏറ്റവും വലുത്, അവരെ ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവിടെയുള്ളവർ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഒരു പൂജയ്ക്കും ഈ ക്ഷേത്രത്തിലേക്കും ഒന്നും പോവേണ്ട, ആ അമ്മയെ ക്ഷേത്രത്തിലെ
അമ്മയെ കാണാൻ വേണ്ടി അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് ഇനി അമ്മ തന്നെ എല്ലാം തീരുമാനിക്കട്ടെ, അല്ലാതെ ഞാൻ ഒരിക്കലും പോവുന്നില്ല എന്നുള്ള തീരുമാനമാണ് കേട്ടോ രാജുവിനോട് പറയുന്നത്. പക്ഷേ രാജു പറയാണ്, ഉറപ്പായും നന്ദിനി നീയും സൂര്യ സാറും പോയിരിക്കും, എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോഴും നന്ദിനി പറയണേ, ഇല്ല, എൻ്റെ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഒരവസരം പോലും ഞാൻ കൊടുക്കില്ല. അവരൊരു പാവമാണ്, അവരെ ഉപദ്രവിക്കാനൊന്നും ഇവർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ സൂര്യ പറയണേ, നീ എവിടേക്ക് പോകണമെന്നാണ് നന്ദിനി പറഞ്ഞത്, എന്നാ ഇപ്പം തന്നെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, എനിക്കത് വേണ്ട, എനിക്ക് ആ ആഗ്രഹമില്ല എന്ന് പറയും. അതെന്ത് പറ്റി? പ്രിയങ്കയുടെ കുറച്ച് ബുക്സ് എടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് പ്രശാന്തേട്ടൻ കൊണ്ടു തന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടേക്ക് പോകണമെന്നില്ല, ആ ആഗ്രഹം വിട്ടു എന്ന് പറയട്ടെ. അപ്പം തന്നെ കാര്യം മനസ്സിലാകുന്നുണ്ട് സൂര്യയ്ക്ക്. അപ്പോൾ സൂര്യ പറയണേ, നീ ഇപ്പോൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നീ ആരെയോ പേടിച്ചിട്ടാണ് ഇപ്പോൾ നീ അക്കാര്യം പറയാത്തത്. അത് ആരാണെങ്കിലും, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വേണ്ടാന്ന് വെപ്പിച്ചത് ആരാണെങ്കിലും ശരി, അത് എന്ത് തന്നെയാണെങ്കിലും ഈ സൂര്യ അത് കണ്ടുപിടിക്കുകയും പിന്നീട് നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. എന്താണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശേഷമാണ് ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് എന്താണെങ്കിലും ഈ സൂര്യ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ദ്രജയും വിജയകുമാറും ഇങ്ങനെ സന്തോഷിക്കുകയാണ്. നന്ദിനി അപ്പോൾ ഈ പൂജയിൽ പങ്കെടുക്കില്ല എന്നുള്ള തീരുമാനം ഉറപ്പായും അവൾ എടുത്തിട്ടുണ്ട്. അവളുടെ വീട്ടുകാരെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. അതുകൊണ്ട് ഉറപ്പായും സുമംഗലി പൂജയിൽ നന്ദിനി വരില്ല എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ സൂര്യ ഇനി ഇക്കാര്യം അറിയും. സൂര്യയോട് രാജുവേട്ടൻ എല്ലാ കാര്യങ്ങളും പറയൂട്ടോ. അതോടുകൂടി സൂര്യ ഇനി ഈ ഒരു പൂജയിൽ പങ്കെടുപ്പിക്കാൻ നന്ദിനിയുമായിട്ട് ചെല്ലും.